പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും VHSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ ചില്ലറ വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഉപഭോക്തൃ സേവനങ്ങൾ നിരവധിയാണ്. ഈ സേവനങ്ങൾ തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളിലൂടെ എങ്ങനെ കൂടുതൽ മികച്ചതാക്കാമെന്നാണ് നമ്മൾ ഈ 4ാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഈ സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇനി പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. 1. ചില്ലറ വ്യാപാരികൾ മൊത്ത കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകുന്ന വിവിധങ്ങളായ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. 2. ഉപഭോക്തൃ സംതൃപ്തിയിൽ സേവനങ്ങളുടെ സ്വാധീനം അറിയാൻ സാധിക്കുന്നു. 3. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നു. 4. റീറ്റെയിലർ നൽകുന്ന സേവനത്തിനും ഉപഭോക്തൃ പ്രതീക്ഷകൾക്കും ഇടയിലുള്ള വ്യത്യാസത്തിനുള്ള കാരണങ്ങളെ ഏതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 5. ഉപഭോക്താക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ശേഖരിക്കാനുള്ള വിവിധ മാർഗങ്ങളിൽ നിന്നും അതോടൊപ്പം അവ വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും കഴിയുന്നു. 6. ഉപഭോക്താവിലും റീറ്റെയിൽ സ്ഥാപനത്തിലും ഉപഭോക്താക്കൾ ഫീഡ്ബാക്കിലൂടെ നിർദ്ദേശിച്ച മാറ്റങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ചില്ലറ വ്യാപാരശാലയിൽ നടപ്പാക്കുന്ന വ്യത്യസ്ത തരം മാറ്റങ്ങൾ ഏതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉപഭോക്തൃ സേവന സംവിധാനത്തിലെ മാറ്റങ്ങളും സേവന നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികളും ഏതെന്ന് മനസ്സിലാക്കി തരുന്നു. ഏതൊരു ബിസിനസ്സും വിജയിക്കേണ്ടതിന് ഉപഭോക്താക്കളുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഉപഭോക്താവിന് മികച്ച സേവനങ്ങൾ നൽകുക, ഉയർന്ന സമൃദ്ധി നേടിയ ഉപഭോക്താവിനെ നേടുക എന്നീ ലക്ഷ്യങ്ങളാണ് ഓരോ ബിസിനസ്സിനുമുള്ളത്. അതുകൊണ്ട് ഈ ലക്ഷ്യങ്ങൾ സ്ഥിരമായി അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇത് ഏറ്റെടുക്കേണ്ടത് റീറ്റെയിൽ സ്ഥാപനങ്ങളും മറ്റ് പങ്കാളികളുമാണ്. ചില വ്യാപാരികൾ വ്യത്യസ്ത തരം സേവനങ്ങളാണ് മൊത്ത കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകുന്നത്. ഇത്തരം സേവനങ്ങൾ ഉപഭോക്താവിൽ വിശ്വാസ്യത, ഉറപ്പ് സാധ്യത, സഹാനുഭൂതി, പ്രതികരണശേഷി എന്നിവ ഉണ്ടാകുന്നു. അതുകൊണ്ട് ചില്ലറ വ്യാപാരികൾ സേവന നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം ആവശ്യമായ തുടർ പ്രവർത്തനം നടത്തുകയും വേണം. നൽകുന്ന സേവനങ്ങൾ ഉപഭോക്താവിൽ ഉണ്ടാക്കിയ സംതൃപ്തിയുടെ വ്യാപ്തി നിർണ്ണയിക്കാൻ ചില്ലറ വ്യാപാരികൾ ഫീഡ്ബാക്കിലൂടെ വിവരശേഖരണം നടത്തണം. അതിലൂടെ സേവനം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. മൊത്ത കച്ചവടക്കാർക്കും ഉപഭോക്താക്കളും ഇടയിലുള്ള കണ്ണിയായി ചില്ലറ വ്യാപാരി പ്രവർത്തിക്കേണ്ടതിനാൽ ഇവരുടെ സേവനങ്ങളെ നമുക്ക് 2ആയി തിരിക്കാം. 1. മൊത്ത കച്ചവടക്കാരുള്ള സേവനങ്ങൾ, സർവീസ് ടു ഹോൾസെയിലേഴ്സ്. പ്രൊവൈഡിങ് കസ്റ്റമർ ഇൻഫർമേഷൻ, ഉപഭോക്തൃ വിവരങ്ങൾ നൽകൽ. ചില്ലറ വ്യാപാരികൾ ഉപഭോക്തൃ ആവശ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മൊത്ത കച്ചവടക്കാരെ അറിയിക്കുന്നു. ഉപഭോക്താക്കളുടെ അഭിരുചികൾ, മുൻഗണനകൾ, ഫാഷനുകൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഈ വിവരങ്ങളെല്ലാം മൊത്ത കച്ചവടക്കാർ നിർമ്മാതാക്കൾക്ക് നൽകുന്നു. റീച്ച് ഓൾ ദ കസ്റ്റമേഴ്സ്, എല്ലാ ഉപഭോക്താക്കളിലേക്കും എത്തിച്ചേരുക. ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ അളവിൽ എല്ലാ ഉപഭോക്താക്കളിലേക്കും എത്തിച്ചേരാൻ മൊത്ത കച്ചവടക്കാരെ സഹായിക്കുന്നത് ചില്ലറ വ്യാപാരികളാണ്. അഡ്വാൻസ് ഓർഡേഴ്സ്, ചില്ലറ വ്യാപാരികൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കും ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡും മനസ്സിലാക്കുന്നതിനാൽ അവർ മുൻകൂട്ടി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നു. ഇത് നിർമ്മാതാക്കളിൽ നിന്നുള്ള സംഭരണം ആസൂത്രണം ചെയ്യുന്നതിന് മൊത്ത കച്ചവടക്കാരെ സഹായിക്കുന്നു. അഡ്വാൻസ് പേയ്മെൻറ്റ്, ചില സമയങ്ങളിൽ ചില്ലറ വ്യാപാരികൾ മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി മുൻകൂർ ചെലവുകൾ സൃഷ്ടിക്കുകയും മൊത്ത വ്യാപാരത്തിന് ധനസഹായം നൽകുകയും ചെയ്യുന്നു. സെയിൽ ഓഫ് ന്യൂ പ്രോഡക്ട്സ്, നിർമ്മാതാക്കൾ പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കുകയും മൊത്ത കച്ചവടക്കാരൻ്റെ കൈമാറുകയും ചെയ്യുന്നു. അവർ ചില്ലറ വ്യാപാരികളുടെ സഹായത്തോടെ മാത്രം വിൽക്കുന്നു. 2. സർവീസ് ടു കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. ചില്ലറ വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ മൊത്തമായി സംഭരിച്ച് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവയെ സ്റ്റോറിൽ ക്രമീകരിക്കുന്നു. ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ സഹായിക്കുന്നു. EMI ആയിട്ടും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ഇത് സാധ്യമാക്കാം. ഉപഭോക്താക്കൾക്ക് വ്യക്തിഗത സേവനം നൽകുന്നു. അതിലൂടെ പരമാവധി സംതൃപ്തി നൽകാൻ ശ്രമിക്കുന്നു. പുതിയതും മെച്ചപ്പെട്ടതുമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ ഉപഭോക്താവിനെ നയിക്കുന്നു. സൗജന്യ ഹോം ഡെലിവറി, വിൽപ്പനാന്തര സൗകര്യം എന്നിവ നൽകുന്നു. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവുകൾ നൽകുന്നു. ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ളവ വാങ്ങുകയും സംഭരിക്കുകയും ചെയ്യുന്നു. വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും പരിപാലനവും സംബന്ധിച്ച് വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുന്നു.
ഓരോ ഉപഭോക്താവിൻ്റെയും ചിലവഴിക്കൽ ശേഷി ഡിസ്പേഴ്സ്മെൻറ്റ് കപ്പാസിറ്റി കണക്കിലെടുത്ത് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് നൽകുന്നു. പൂന്തോട്ടത്തിൽ നിന്നും കാലതാമസം കൂടാതെ ഉപഭോക്താവിൻ്റെ കയ്യിലെത്തിക്കുന്ന രീതിയിൽ പുതുമ നഷ്ടപ്പെടാത്ത ഗാർഡൻ ഫ്രഷ് സാധനങ്ങൾ നൽകുന്നു. ഉപഭോക്താക്കളിൽ പ്രതീക്ഷിക്കുന്ന നിലവാരം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കുന്നു. ഇതെല്ലാം ചില്ലറ വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന വിവിധങ്ങളായ സേവനങ്ങളാണ്. സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിൽ സേവനങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉപഭോക്തൃ സേവനത്തിലേക്ക് നയിക്കുന്ന ചില്ലറ വ്യാപാരികളുടെ പ്രധാന ഗുണങ്ങൾ ഇനി പറയുന്നതാണ്. ഉപഭോക്താവിൻ്റെ സംതൃപ്തി, വിശ്വാസ്യത, ഗ്യാരണ്ടി, ടാഞ്ചിബിലിറ്റി, സഹതാപം, പ്രതികരണശേഷി എന്നിവയാണ്. സേവന ഗുണങ്ങളും ഉപഭോക്തൃ സംതൃപ്തിയും തമ്മിലുള്ള ബന്ധം ഇനി പറയുന്നവയാണ്. 1. ഡിപ്പെൻഡബിലിറ്റിയും കസ്റ്റമർ ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം. ഉപഭോക്താക്കൾക്ക് നൽകിയ വാഗ്ദാനം സ്ഥിരമായും കൃത്യമായും നിറവേറ്റാനുള്ള റീറ്റെയിലറുടെ താൽപ്പര്യമാണ് ഡിപ്പെൻഡബിലിറ്റി അഥവാ ആശ്രയത്വം എന്ന് പറയുന്നത്. അതായത് വിൽപ്പന നടത്തിയ ഉൽപ്പന്നത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു, നന്നാക്കൽ സേവനങ്ങൾ നൽകുന്നു, ആവശ്യമായ സേവനങ്ങൾ നൽകുന്നു, വാഗ്ദാനം ചെയ്ത സമയത്ത് സേവനങ്ങൾ നൽകുന്നു, പിശകില്ലാതെ റെക്കോർഡ് നിലനിർത്തുന്നു എന്നിവ സേവന ഗുണനിലവാരത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാനുള്ള അടിസ്ഥാന ആശയങ്ങളാണ്. ഇവ ഉപഭോക്തൃ സംതൃപ്തിയെ ശക്തമായി സ്വാധീനിക്കും. 2. പ്രതിജ്ഞയും ഉപഭോക്തൃ സംതൃപ്തിയും തമ്മിലുള്ള ബന്ധം. പ്രതിജ്ഞ എടുക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സേവനത്തിൽ ആത്മവിശ്വാസമുണ്ടാക്കുന്നതോടൊപ്പം സർവീസ് സ്റ്റാഫ് നൽകുന്ന മര്യാദയോടെയുള്ള നല്ല പെരുമാറ്റം ആളുകളിൽ വിശ്വാസത്തോടൊപ്പം ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ഇത് റീറ്റെയിൽ ഉപഭോക്തൃ സംതൃപ്തിയുടെ കൃതജ്ഞതാതലത്തെ ശക്തമായി സ്വാധീനിക്കും. 3. ശാരീരികതയും ഉപഭോക്തൃ ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം. ശാരീരികത എന്നാൽ ഉപഭോക്താക്കളിലേക്ക് സേവനം നൽകുന്നതിന് ആവശ്യമായ വിഭവങ്ങളാണ്. നേരിട്ടിറങ്ങിച്ചെല്ലുന്ന സർവീസ് സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രവർത്തനമാണിത്. ലഘുരേഖകൾ, ബ്രോഷറുകൾ, ഫോൾഡറുകൾ, ഇൻഫർമേഷൻ ബുക്കുകൾ എന്നിവ പോലുള്ള രേഖാമൂലമുള്ള വസ്തുക്കൾ വായിക്കാനും മനസ്സിലാക്കാനും ഉപഭോക്താവിന് നൽകുന്ന അവസരങ്ങൾ ഉപഭോക്തൃ സംതൃപ്തിയുടെ തലത്തിൽ അനുകൂലമായ മതിപ്പ് ഉണ്ടാക്കും. 4. സഹാനുഭൂതിയും ഉപഭോക്തൃ ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം. സേവനം നൽകുന്നതിലൂടെയും ഉപഭോക്തൃ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിലൂടെയും വ്യക്തിപരമായി ഉപഭോക്താവിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കഴിവാണ് സഹാനുഭൂതി. ഉപഭോക്തൃ തൃപ്തിയുടെ തലത്തെ ഇത് ശക്തമായി സ്വാധീനിക്കും. 5. ദയയും ഉപഭോക്തൃ ഗ്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം. ആവശ്യമുള്ളപ്പോൾ ഉപഭോക്താക്കൾക്ക് അതിവേഗം സേവനം നൽകുന്നതിൽ കാണിക്കുന്ന താൽപ്പര്യമാണ് ദയ. അസൗകര്യങ്ങളില്ലാതെ ഏതു സമയത്തും ആവശ്യമായ ഉപഭോക്തൃ സേവനം നൽകുന്നതിന് കസ്റ്റമർ സർവീസ് സ്റ്റാഫ് കാണിക്കുന്ന സന്നദ്ധത ഉപഭോക്തൃ സമൃദ്ധിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിലയെ ശക്തമായി സ്വാധീനിക്കും. ചില്ലറ വ്യാപാരിയുടെ ഭാഗത്തു നിന്നുള്ള ഈ 5 സ്വഭാവവിശേഷങ്ങളായ വിശ്വാസ്യത, ഉറപ്പ്, ടാഞ്ചിബിലിറ്റി, സഹാനുഭൂതി, പ്രതികരണശേഷി എന്നിവ റീറ്റെയിലറുടെ സേവന നിലവാരം മെച്ചപ്പെടുത്തുകയും ഉപഭോക്തൃ സമൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യുന്നു. നമുക്ക് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രീ റിക്വസിറ്റ്സ് ഫോർ പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ്. 1. ക്രിയേറ്റ് എ ഗുഡ് വർക്ക് ഫോഴ്സ്. ഉപഭോക്താക്കളുടെ ഉൽപ്പന്ന സംബന്ധമായ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ മറുപടി നൽകാൻ കഴിവുള്ളവരും മികച്ചവരുമായിരിക്കണം ചില്ലറ വ്യാപാരശാലയിലെ റീറ്റെയിൽ സ്റ്റാഫുകൾ. 2. അവൈലബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഉപഭോക്താക്കളിൽ നിന്ന് പരാതികൾ ലഭിക്കുന്നതിന് ചില്ലറ വ്യാപാരികൾ ടെലിഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയുടെ ലഭ്യത ഉറപ്പാക്കണം. ഇതിനുവേണ്ടി ഓഫീസ് ഉപകരണങ്ങൾ, ഇൻ്റർനെറ്റ് ആക്സസ്, റിസപ്ഷനിസ്റ്റ് സേവനങ്ങൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണം. 3. മെയിൻ്റനൻസ് ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്. സേവനങ്ങൾ നൽകുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ ഉയർന്ന വിലയുള്ള ഘടകമാണ്. ഉപഭോക്താക്കളുടെ അഭ്യർത്ഥനകൾ നിറവേറ്റുന്നതിന് അവയുടെ പരിപാലനവും ഉയർന്ന നിലവാരവും വളരെ പ്രധാനമാണ്. റീറ്റെയിലർ നൽകുന്ന സേവനത്തിനും ഉപഭോക്തൃ പ്രതീക്ഷകൾക്കും ഇടയിലുള്ള വ്യത്യാസത്തിനുള്ള 5 കാരണങ്ങൾ ഏതെല്ലാമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. റീസൺ ഫോർ ഗ്യാപ്പ് ബിറ്റ്വീൻ റീറ്റെയിലേഴ്സ് സർവീസ് ആൻഡ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ്. 1. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതും അതനുസരിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാത്തതുമാണ് ഒരു കാരണം.
2. ഫെയിൽ ടു കം അക്രോസ് കസ്റ്റമർ നീഡ്സ്. ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു. വിഭവങ്ങളുടെ അഭാവം, ഉൽപ്പന്നങ്ങളുടെ അമിതമായ ആവശ്യം, ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധതയില്ലായ്മ, ചില സമയങ്ങളിൽ സേവനം നൽകുന്ന സ്റ്റാഫുകളുടെ പ്രകടനം ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നതിൽ താഴെയായിരിക്കുക. ഇതെല്ലാം റീറ്റെയിലർ നൽകുന്ന സേവനത്തിൽ നിന്നും ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്ന സേവനത്തിനുമിടയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമാകുന്നു. 3. നോൺ ഡെലിവറി ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ്. ഗുണനിലവാരമുള്ള സേവനം പ്രദാനം ചെയ്യുന്നതിൻ്റെ പോരായ്മ. സേവന നിലവാരം നിലനിർത്തുവാനുള്ള ഔദ്യോഗിക മാനദണ്ഡങ്ങൾ പാലിക്കാൻ ചില വ്യാപാരികൾ ബാധ്യസ്ഥരാണെങ്കിലും ചില സമയങ്ങളിൽ ഇത് പാലിക്കാൻ റീറ്റെയിലർക്ക് കഴിയാതെ വരുന്നു. അതിനുള്ള പ്രധാന കാരണം സേവനം പ്രദാനം ചെയ്യുന്ന റീറ്റെയിൽ സ്റ്റാഫുകളുടെ പ്രകടനം ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നതിൽ അടുത്തെത്താത്തതാണ്. 4. നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസസ്. മറ്റൊരു കാരണം ചില വ്യാപാരികൾ പരസ്യത്തിലോ ബ്രോഷറിലോ പ്രോസ്പെക്ടസിലോ നൽകിയ വാഗ്ദാനങ്ങൾ, ഓഫേഴ്സ് ഉപഭോക്താക്കൾ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നൽകുന്ന സേവനത്തിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്നതാണ്. ഉദാഹരണമായി ബൈ വൺ ഗെറ്റ് വൺ, 50% ഓഫർ, അപ് ടു 50% ഓഫർ ഓൺ സെലക്റ്റഡ് വെറൈറ്റീസ്. ഈ ഓഫറുകൾ വഴി നൽകിയ വാഗ്ദാനം കൃത്യമായി പാലിക്കാത്തതാണ് മറ്റൊരു കാരണം. 5. പുവർ പ്രസൻറ്റേഷൻ സ്കിൽ. ശരിയായ ഡ്രസ് കോഡ് ഇല്ലാതെ മോശമായ അവതരണ രീതി അവലംബിച്ച് അനുചിതമായ രീതിയിൽ വിൽപ്പന പ്രക്രിയ നടത്തിയാൽ ഉപഭോക്താവിൻ്റെ സേവന ഗുണനിലവാരത്തെക്കുറിച്ചുള്ള മതിപ്പിനെ ഇത് ദോഷകരമായി ബാധിക്കും. ഉപഭോക്താക്കളിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യാം. ഗാദറിംഗ് ഫീഡ്ബാക്ക് ഫ്രം കസ്റ്റമേഴ്സ്. നിലവിലുള്ള ഉപഭോക്താക്കളിൽ നിന്നും വരാനിരിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിൽ നിന്നും റീറ്റെയിലർ പ്രദാനം ചെയ്ത സേവനത്തെക്കുറിച്ചുള്ള ഉപഭോക്താവിൻ്റെ അഭിപ്രായം ചില്ലറ വ്യാപാരികൾക്ക് പഠിക്കാൻ കഴിയുന്നു. ഇത് ചില്ലറ വ്യാപാരികൾക്ക് ഉപഭോക്താക്കളെ കൂടുതൽ കാലം നിലനിർത്തുന്നതിനുള്ള മികച്ച തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകരമാകുന്നു. ചില്ലറ വ്യാപാരികൾ പ്രദാനം ചെയ്ത സേവനത്തെക്കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ ഫീഡ്ബാക്ക് നേടുന്നതിനുള്ള 10 വഴികൾ ഇനി പറയുന്നവയാണ്. 1. റെസ്പോൺസ് കാർഡ്. റീറ്റെയിൽ സ്റ്റോറിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് റെസ്പോൺസ് കാർഡ് നൽകി ഉപഭോക്താക്കളുടെ റീറ്റെയിലറുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചുമുള്ള പ്രതികരണം മനസ്സിലാക്കാൻ സഹായകരമാകുന്നു. ഉപഭോക്താക്കൾക്ക് തൽക്ഷണം ഫിൽ ചെയ്ത് നൽകുകയോ പ്രീപെയ്ഡ് തപാൽ വഴി അയക്കുകയോ ചെയ്യാം. വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കാത്തതിനാൽ ഉപഭോക്താക്കൾ ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. 2. കസ്റ്റമർ സർവീസ്. ഉപഭോക്തൃ ഫീഡ്ബാക്ക് പ്രക്രിയ ആരംഭിക്കുന്നതിനുള്ള മികച്ച മോഡാണ് ഉപഭോക്തൃ സർവേകൾ. ഉപഭോക്തൃ സംതൃപ്തി സർവേ എന്നത് റീറ്റെയിൽ സ്ഥാപനങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിലോ അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന സേവനങ്ങളിലോ ഉപഭോക്താക്കളുടെ സംതൃപ്തി നില അളക്കുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അസന്തുഷ്ടിതമായ ഉപഭോക്താക്കളെയും റീറ്റെയിലറുടെ ബ്രാൻഡിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരെയും തിരിച്ചറിയുന്നതിന് കസ്റ്റമർ സർവേകൾ സഹായകരമാണ്. അതോടൊപ്പം ഇത് ഉപഭോക്താക്കളെ ഉൽപ്പന്നത്തിൻ്റെ ബ്രാൻഡ് പ്രചരണക്കാരനാക്കാനും സഹായിക്കുന്നു. 3. ടോക്കിംഗ് ടു കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കളുമായി നേരിട്ടോ വ്യക്തിപരമായോ അല്ലെങ്കിൽ ടെലിഫോണിലോ സംസാരിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണിത്. ഉപഭോക്താക്കളെക്കുറിച്ച് മനസ്സിലാക്കുകയും സേവനങ്ങളെക്കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ വിലയിരുത്തുകയും കൃത്യമായ ഇടവേളകളിൽ ഉപഭോക്താക്കളെ വിളിക്കുകയും വേണം. വ്യക്തിപരമായോ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഇത് സാധ്യമാക്കാം. 4. കസ്റ്റമർ ഇൻസെൻറ്റീവ്സ്. ഉപഭോക്തൃ പ്രോത്സാഹനങ്ങൾ. ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് വൻകിട റീറ്റെയിൽ കമ്പനികൾ പലപ്പോഴും സർവേ ഏജൻസികളുമായി കരാറിലേർപ്പെടുന്നു. റീറ്റെയിൽ സ്ഥാപനങ്ങൾക്കുള്ള മറുപടി നിരക്ക്, റെസ്പോൺസ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ജനപ്രിയമായ രീതി ഉപഭോക്താവിന് വിൽപ്പന സമയത്ത് ഒരു റിബേറ്റ് കൂപ്പൺ നൽകുക എന്നതാണ്. ഇത് വിൽപ്പന രസീതിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിക്കുന്നതിനും സർവേയിൽ പങ്കെടുക്കുന്നതിനും അതിന് പകരമായി റീറ്റെയിൽ സ്റ്റോറിലേക്കുള്ള അടുത്ത പർച്ചേസിൽ ഇത് വീണ്ടെടുക്കാനും ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കുന്നു. 5. സർവേ ഓർഗനൈസേഷൻ. ചില സമയങ്ങളിൽ ചില്ലറ വ്യാപാരികൾക്കായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഉപഭോക്തൃ സർവേ ഏജൻസികളെ നിയമിക്കുന്നത് ചില്ലറ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഫലപ്രദമായ ഒരു കാര്യമാണ്.
ഇത് ചില്ലറ വ്യാപാരികൾക്ക് നേരിട്ട് സർവേ നടത്താൻ കഴിയാത്ത ഒരു പുതിയ ഭൂമിശാസ്ത്ര മേഖലകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നു. 6. കമൻറ്റ് ബോക്സസ്. പ്രത്യേക ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപയോഗിച്ച് ഉപഭോക്തൃ സംതൃപ്തി വിലയിരുത്താനുള്ള സവിശേഷമായ മാർഗമാണ് ഇത്. കോൾ കസ്റ്റമേഴ്സ് റെഗുലർലി. പതിവായി ഉപഭോക്താക്കളെ വിളിക്കുന്ന രീതിയാണിത്. ഉപഭോക്തൃ ഫീഡ്ബാക്ക് പിന്തുടരുന്നതിനായി ഉപഭോക്താക്കളെ ഫോണിലൂടെ വിളിക്കുന്ന രീതിയാണിത്. വളരെ വ്യക്തിഗതമാക്കിയ ഒരു സമീപന രീതിയും കൂടിയാണിത്. ഈ സാങ്കേതികവിദ്യ വളരെ പോസിറ്റീവ് ആയതിനാൽ വളരെ മികച്ച പ്രതികരണങ്ങൾ ഉപഭോക്താക്കൾ സൃഷ്ടിക്കുന്നു. 8. ഫീഡ്ബാക്ക് ഫോംസ്. റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു ഫീഡ്ബാക്ക് ഫോം നൽകുകയും അതോടൊപ്പം ഫീഡ്ബാക്ക് ഫോമിൻ്റെ ഹാർഡ് കോപ്പി ഉപഭോക്താക്കൾക്ക് അയച്ചും ഉപഭോക്താക്കളിൽ നിന്നും ഫീഡ്ബാക്ക് സ്വീകരിക്കാം. ഇത് ഉപഭോക്താക്കളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമമായ ഫീഡ്ബാക്ക് വികസിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗം കൂടിയുമാണിത്. 9. സോഷ്യൽ മീഡിയ. ഉപഭോക്താക്കളെ ശ്രദ്ധിക്കാനുള്ള അത്യാധുനികമായ മാർഗമാണ് സോഷ്യൽ മീഡിയ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ തുടങ്ങിയ സമൂഹമാധ്യമങ്ങൾ സൈറ്റുകളിൽ നിന്നും ധാരാളം ഉപഭോക്തൃ ഫീഡ്ബാക്കുകൾ റീറ്റെയിലർക്ക് ലഭിക്കുന്നു. ഇതെങ്ങനെ മികച്ച രീതിയിൽ പ്രദർശിപ്പിക്കാമെന്നും അത് ആഴത്തിൽ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളാണ് റീറ്റെയിലർ നേരിടുന്ന പ്രതിസന്ധി. ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ ഈ രീതി കൂടുതൽ ജനപ്രിയമാണ്. മാത്രമല്ല, വിപുലമായ ഒരു സർവേക്ക് പകരം 1-2 ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് പ്രതികരണം നേടാൻ കഴിയുന്ന ഒന്നാണ് ഇതിൻ്റെ ഗുണം. 10. സജഷൻ ബോക്സ്. ചില്ലറ വ്യാപാരശാലയിൽ ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ സ്വീകരിക്കാൻ സജഷൻ ബോക്സ് ഉപയോഗിക്കുന്നു. ഇതിൽ നേടുന്ന നിർദ്ദേശങ്ങൾ പിന്നീട് വിലയിരുത്തുകയും വേണ്ട മാറ്റങ്ങൾ ചില്ലറ വ്യാപാരികൾ സേവന മേഖലയിൽ നടപ്പാക്കുകയും ചെയ്യുന്നു. അവസരങ്ങൾ തിരിച്ചറിയുന്നതിന് എങ്ങനെ ഫീഡ്ബാക്കുകൾ വിശകലനം ചെയ്യാമെന്നും വ്യാഖ്യാനം നടത്താമെന്നുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫീഡ്ബാക്ക് ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ്. ഉപഭോക്താക്കളെ ശ്രദ്ധിക്കുന്നതിനും അവരുടെ ഫീഡ്ബാക്കുകൾ പ്രാവർത്തികമാക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണിത്. ഉപഭോക്തൃ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും സ്ഥാപനത്തോട് വിശ്വാസ്യത പുലർത്താൻ ഉപഭോക്താക്കളെ അനുവദിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ റീറ്റെയിൽ സ്ഥാപനങ്ങൾ ഉപഭോക്തൃ ഫീഡ്ബാക്കുകൾ കൃത്യമായി തരംതിരിക്കുകയും മികച്ച പ്രതികരണങ്ങൾ തിരഞ്ഞെടുത്ത് നടപ്പാക്കുകയും ഉപഭോക്തൃ വിശ്വാസ്യത നിലനിർത്തുകയും ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിലെ ഉപഭോക്തൃ സേവനങ്ങളെ മികവുറ്റതാക്കാനും സാധിക്കുന്നു. ഉപഭോക്താവിലും റീറ്റെയിൽ സ്ഥാപനത്തിലും ഉപഭോക്താക്കൾ ഫീഡ്ബാക്കിലൂടെ നിർദ്ദേശിച്ച മാറ്റങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഇഫക്ട്സ് ഓഫ് പ്രപ്പോസ്ഡ് ചേഞ്ചസ് ഓൺ കസ്റ്റമർ ആൻഡ് ഓർഗനൈസേഷൻ. ഒരു റീറ്റെയിൽ സ്ഥാപനം അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഏകദേശം പ്രതീക്ഷിക്കുന്ന ഭാവി അവസ്ഥയിലേക്ക് മാറുമ്പോൾ ചില്ലറ വ്യാപാരശാലയിൽ മാറ്റമുണ്ടാകുന്നു. ചില്ലറ വ്യാപാരശാലയിലെ ജീവനക്കാരുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടലും മറ്റ് അനാവശ്യ ചെലവുകളും കുറയ്ക്കുന്നത് വഴി റീറ്റെയിൽ സ്ഥാപനത്തിൽ പരിഷ്കരണം ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യാം. ഇതാണ് സ്ഥാപനത്തിൻ്റെ പരിഷ്കരണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സ. ഉപഭോക്താക്കളുടെ ഫലപ്രദമായ ഫീഡ്ബാക്ക് പ്രതികരണങ്ങളുടെ ഫലമായി മികച്ച സാങ്കേതിക പരിഷ്കരണങ്ങൾ റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ നിരന്തരം അവതരിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് POS സിസ്റ്റം, CRM സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ എക്സെട്ര. ഇത്തരം സാങ്കേതിക പരിഷ്കരണങ്ങൾ പലപ്പോഴും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ സാങ്കേതികവിദ്യ മാറുമ്പോൾ അത് സ്ഥാപനത്തിൽ മൊത്തം നടപ്പാക്കുകയും അത് പരിപാലിക്കാൻ ഒരു മാനേജിംഗ് ഘടനയും സൃഷ്ടിക്കണം. ഇതിലൂടെ സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും അതോടൊപ്പം പുതിയ തരം സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് മികച്ച രീതിയിൽ നൽകുവാനും അതുവഴി അവരുടെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാനും റീറ്റെയിലർക്ക് സാധിക്കുന്നു. നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. ബിസിനസ്സിൻ്റെ സ്ഥായിയായ ഭാവം മാറ്റമാണ്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിൽ ഈ മാറ്റം കടന്നു വരുന്നില്ല. അതുകൊണ്ട് ചില്ലറ വ്യാപാരശാലകൾ ഈ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ഈ മാറ്റം കടന്നു വരേണ്ടത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 1. ഓർഗനൈസേഷൻ വൈഡ് ചേഞ്ച്. സ്ഥാപനപരമായ മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
റീറ്റെയിൽ സ്ഥാപനത്തിലെ മൊത്തത്തിലുള്ള വിപുലമായ രീതിയിലുള്ള പരിവർത്തനമാണ്. ഇത് മൊത്തം റീറ്റെയിൽ സ്ഥാപനത്തെയും ചലിപ്പിക്കുന്നു. ഏതെല്ലാം രീതിയിൽ ഇത് നടപ്പാക്കാം എന്ന് നമുക്ക് നോക്കാം. റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദിശയുമായി ബന്ധപ്പെട്ട പുനഃവിന്യാസം. ഇത് റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിലുള്ള മാറ്റമോ പുനഃവിന്യാസമോ ആകാം. സാങ്കേതികവിദ്യ നടപ്പാക്കുന്നത് വഴി അമിതമായി ഉണ്ടാകുന്ന തൊഴിലാളികളെ കുറക്കുന്നതാകാം. വ്യത്യസ്ത തലത്തിലുള്ള അതായത് സെയിൽസ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ് എന്നീ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബഡ്ജറ്റ് ചുരുക്കുന്നതാകാം. ആഡിങ് ഫ്രഷ് പോളിസി. ചില്ലറ വ്യവസായശാലയുടെ പ്രവർത്തന രീതിയിൽ പുതിയ നയങ്ങൾ ചേർക്കുന്നു എന്നുവഴി പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതി മാറ്റൽ, തൊഴിൽപരമായ നയത്തിലുള്ള മാറ്റങ്ങൾ, ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ വ്യക്തിപരമായ നയങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പോളിസീസ്, ഇവയെല്ലാം നടപ്പാക്കി ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാം. പ്രസൻറ്റിംഗ് എൻ്റർപ്രൈസ് ടെക്നോളജി. പുതിയ സാങ്കേതികവിദ്യയുടെ അവതരണം. ആധുനിക ചില വ്യാപാരികൾക്ക് ഉപഭോക്താക്കൾ ഏതുതരം ഉൽപ്പന്നങ്ങളാണ് സ്ഥിരമായി വാങ്ങുന്നത് എന്നെന്ന്, എന്താണ് പുതിയ ട്രെൻഡ് എന്നെല്ലാം അറിയാൻ ഇന്ന് വിപണിയിൽ ഒത്തിരി സോഫ്റ്റ്വെയറുകൾ സംവിധാനങ്ങൾ ഉണ്ട്. അതിലേറ്റവും മികച്ചതാണ് ERP അല്ലെങ്കിൽ CRM സോഫ്റ്റ്വെയറുകൾ. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ റീറ്റെയിലർക്ക് സാധിക്കുന്നു. അതോടൊപ്പം മത്സരാധിഷ്ഠിതമായി വില നിർണ്ണയിക്കാൻ സഹായമാകുകയും ചെയ്യുന്നു. 2. ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച്. പരിവർത്തന മാറ്റം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു റീറ്റെയിൽ സ്ഥാപനത്തിലെ സംഘടനാ തന്ത്രത്തെയാണ്. ആധുനിക ലോകത്തിൽ റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. 3. പേഴ്സണൽ ചേഞ്ച്. റീറ്റെയിൽ ജീവനക്കാർക്ക് പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുന്നത് ജീവനക്കാരിൽ കാര്യമായ മാറ്റം വരുത്തുന്നു. ഇത് അവരിൽ ഉപഭോക്താക്കളോട് വിൽപ്പന സമയത്ത് ഇടപഴകാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 4. അൺപ്ലാൻഡ് ചേഞ്ച്. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെ തുടർന്നുണ്ടാവുന്ന ആസൂത്രിതമല്ലാത്ത മാറ്റങ്ങളെയാണ് അൺപ്ലാൻഡ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം COVID-19 മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റീറ്റെയിൽ സ്റ്റോറുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിനുദാഹരണമാണ്. 5. റെമഡിയൽ ചേഞ്ച്. പരിഹാര മാറ്റങ്ങൾ. കുറവുകൾ പരിഹരിക്കാത്ത ഉൽപ്പന്നത്തിലേക്കോ സേവനത്തിലേക്കോ വരുത്തുന്ന മാറ്റങ്ങളെയാണ് റെമഡിയൽ ചേഞ്ചസ് അല്ലെങ്കിൽ പരിഹാര നടപടികൾ എന്ന് വിളിക്കുന്നത്. ഉപഭോക്താക്കളുടെ ഫീഡ്ബാക്കിനെ തുടർന്ന് വൃത്തിയുള്ള റെസ്റ്റ് റൂം നൽകുന്നത് വഴി പുതിയൊരു ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകുവാൻ റീറ്റെയിലർക്ക് സാധിക്കുന്നു. ഫീഡ്ബാക്കിലൂടെ റീറ്റെയിലർക്ക് കിട്ടിയ മാറ്റേണ്ടതായ മാറ്റങ്ങൾ എങ്ങനെ ഉപഭോക്തൃ സേവനത്തിൽ ഉൾപ്പെടുത്താമെന്നും ഒപ്പം അവ എങ്ങനെ കൂടുതൽ മികച്ചതാക്കാമെന്നും ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെഗോഷിയേറ്റ് ചേഞ്ചസ് ഇൻ കസ്റ്റമർ സർവീസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവന ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇനി പറയുന്ന നടപടിക്രമങ്ങൾ ചില്ലറ വ്യാപാരികളെ സഹായിക്കും. 1. സ്ട്രെങ്തൻ കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഉപഭോക്തൃ സേവന നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുക. ഉപഭോക്തൃ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവുകൾ ഉപഭോക്തൃ സേവനം പ്രദാനം ചെയ്യുന്ന റീറ്റെയിൽ സ്റ്റാഫുകൾ ശക്തിപ്പെടുത്തേണ്ടത് മികച്ച സേവനം ഉറപ്പാക്കാൻ സഹായിക്കും. സേവനം പ്രദാനം ചെയ്യുന്ന സ്റ്റാഫുകൾ ശക്തിപ്പെടുത്തേണ്ട 8 തരം നൈപുണ്യങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ ഇനി പറയുന്നതാണ്. 1. എമ്പതി. സമാനുഭാവം. പരാതികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപഭോക്താക്കളുടെ സ്ഥാനത്ത് നിന്ന് കാണാനുള്ള കഴിവ്. എൻഡുറൻസ്. സഹിഷ്ണുത, ക്ഷമിക്കാനുള്ള കഴിവ്. സ്റ്റെഡിനെസ്. സ്ഥിരത. സേവനങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ സ്ഥിരതയും പ്രതിജ്ഞാബദ്ധതയും ഉള്ളവരായിരിക്കണം. അഡാപ്റ്റബിലിറ്റി. സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഉപഭോക്താക്കളുമായി വ്യക്തമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ്. വർക്ക് എത്തിക്സ്. തൊഴിലുമായി ബന്ധപ്പെട്ട നീതിശാസ്ത്രം പാലിക്കാനുള്ള കഴിവ്. നോളേജ്. ഉൽപ്പന്ന സംബന്ധമായ അറിവ് സമാഹരിക്കാനുള്ള കഴിവ്. ബിഹേവിയർ. ഉപഭോക്താവിനോട് മാന്യമായ പെരുമാറ്റം പുലർത്താനുള്ള കഴിവ്. 2. ഡെമോൺസ്ട്രേഷൻ ഓഫ് റൈറ്റ് സ്കിൽസ്. താഴെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഉപഭോക്തൃ സേവനം സ്റ്റാഫുകൾക്ക്
ഉപഭോക്താക്കളോടുള്ള ഇടപെടലുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. 1. ഉപഭോക്താക്കളുടെ പൊതുവായ താൽപ്പര്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. 2. ഉപഭോക്താക്കൾ സജീവമായി ശ്രദ്ധിക്കുന്നത് പരിശീലിക്കുക. ഉപഭോക്താക്കൾക്ക് മുൻപിൽ തെറ്റുകൾ സമ്മതിക്കുക. ഇത് ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ ഫോളോ അപ്പ് എടുക്കുക. ചുരുക്കത്തിൽ, തുടർച്ചയായ മെച്ചപ്പെടുത്തലുകൾ വഴിയും സ്ഥാപനപരമായ മാറ്റത്തിലൂടെയും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നത് വഴി ചില്ലറ വ്യാപാരികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ നിലനിർത്താനും തൽഫലമായി ഉപഭോക്താക്കളെ റീറ്റെയിൽ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാനും വിശ്വസ്തരായ ഉപഭോക്താക്കളായി മാറ്റിയെടുക്കാനും റീറ്റെയിലർക്ക് സാധിക്കുന്നു. താഴെ പറയുന്ന ഹോംവർക്കുകൾ എല്ലാവരും ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ചില്ലറ വ്യാപാരികൾ നൽകുന്ന വിവിധങ്ങളായ സേവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചാർട്ട് തയ്യാറാക്കുക. 2. ഉപഭോക്താക്കളിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിനുള്ള വിവിധ രീതികൾ വിശദീകരിക്കുക. 3. ചില്ലറ വ്യാപാരികൾ മൊത്തക്കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകുന്ന വിവിധ സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക. താങ്ക് യു.